കുടിൽ വ്യവസായങ്ങൾ തുടരണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. വലിയ വ്യവസായങ്ങളെക്കാൾ കുടിൽ വ്യവസായങ്ങൾ തുടരണമെന്നാണ്. സ്ത്രീകൾ ഭവനത്തിന് പുറത്തുപോയി ജോലി ചെയ്യേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരൻ. ജോലി ചെയ്യണം, അത് ചർക്കയും നൂൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ പ്രൊഡക്ഷന് വേണ്ടി ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് സ്വന്തം ഭവനത്തിലാണെങ്കിൽ സുരക്ഷിതത്വമുണ്ട്, പുറത്തു പോയാൽ അത് കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ വ്യവസായങ്ങളെ മറ്റും പ്രേരിപ്പിക്കാത്തതും അതിനുവേണ്ടി അഡ്വക്കസി നടത്താത്തതും. അത് അന്നത്തെ പശ്ചാത്തലത്തിൽ ഗാന്ധിജിക്ക് സമൂഹത്തെക്കുറിച്ചും അന്നത്തെ കിരാത സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഭയമുണ്ടായിരുന്നത് കൊണ്ടും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള ചിന്താഗതിയിലുമാണ്. പക്ഷേ സ്വാമിജി ആകട്ടെ വളരെ വിപ്ലവകരമായ നിലപാടാണ് എടുത്തത്. വിദ്യാഭ്യാസത്തിൽ കൂടി മോചിതരാവുക, വ്യവസായങ്ങളിൽ കൂടി സാമ്പത്തിക വളർച്ച നേടുക. ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ സമഭാവന, തുല്യതയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംഭാവന ചെയ്യുക എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ കൂടി സംഘടിക്കുക, അത് വിമോചനത്തിന് കാരണമാകണം. അതുകൊണ്ട് വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. അതിൻ്റെ ഉദാഹരണമായി അദ്ദേഹം ഗാന്ധിജിയെ കാണിച്ചു കൊടുത്തത് വർക്കലയുള്ള ശിവഗിരി ആശ്രമത്തിൽ തന്നെ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും പഠിക്കുന്നുണ്ട്. ഗാന്ധിജി അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഉപനിഷത്തുകളെക്കുറിച്ചും അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അഗാധമായ അറിവ് കണ്ട് ഗാന്ധിജി തന്നെ അത്ഭുതപ്പെട്ടു.